ഹലോ ഗൈസ്, ചെമ്മനൂപ്പൂവിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വെച്ച് തുടങ്ങുന്നത് നമ്മുടെ ശ്രീകാന്തിൻ്റെയും വർഷയുടെയും പ്രശ്നം എങ്ങനെയുണ്ടെന്ന് ചന്ദ്രമതി ചോദിക്കുന്നതാണ്. അപ്പോൾ എന്നിട്ട് ശ്രീകാന്തിനോട് ചോദിക്കും, വർഷയോട് ചോദിക്കും, ഒരു ഉത്തരം കേട്ടില്ല. പിന്നെ ശ്രീകാന്തിനോട് ചോദിക്കും എന്താ പ്രശ്നം എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശ്രീകാന്ത് ഒന്നുമില്ല എന്നൊക്കെ പറയും. അപ്പോൾ ചന്ദ്രമതി പറയും, നിങ്ങളുടെ റൂമിൽ നിന്ന് ഒച്ചയൊക്കെ കേട്ടല്ലോ, ഞാൻ ചുവട് പൊട്ടത്തിയൊന്നല്ല, നിങ്ങളുടെ റൂമിൽ നിന്നല്ല ഒച്ചയൊക്കെ കേട്ടല്ലോ എന്നൊക്കെ ചോദിക്കും. അപ്പോഴത്തേക്ക് ശ്രീകാന്ത് ഒന്നുമില്ലെന്നൊക്കെ പറയും. എന്നിട്ട് വർഷ ഇങ്ങോട്ടേക്ക് വിളിക്കും, ശ്രീകാന്തേന്ന് ഇങ്ങനെ വിളിക്കും. അപ്പോൾ വർഷ എന്നിട്ട് ശ്രീകാന്ത് എന്നിട്ട് പുറത്ത് പോകുമെന്നും പറയാതെ എന്നിട്ട് വർഷ ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിക്കായിരിക്കും, പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴത്തേക്കും ചന്ദ്രമതി നമ്മുടെ രവി അച്ഛനോട് പോയിട്ട് പറയും, ഇതെന്തായത് ഞാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും പറയുന്നില്ല, നിങ്ങളൊന്ന് ചോദിക്കുക എന്നൊക്കെ പറയും. അപ്പോൾ രവി അച്ഛൻ പറയും, ഞാൻ ചോദിക്കാനായിട്ട് എനിക്കൊരു പ്രശ്നവും വേണ്ട, ഞാൻ ചോദിക്കാണ്ട് എനിക്കൊരു പ്രശ്നവും വേണ്ട, ഞാൻ ചോദിക്കാമെന്ന് പറഞ്ഞിട്ട് രവി അച്ഛൻ പോകുമ്പോൾ കാണുന്നത് അവരിങ്ങനെ വർഷം ഇങ്ങനെ കിസ് കൊടുത്തിട്ട് ബാക്കിലേക്ക് പോകുന്നതാണ് ആ സീനെ കാണുന്നത്. പിന്നെ പോകാൻ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, പിന്നെ വൈകുന്നേരം പിക്കാൻ വരണം എന്നൊക്കെ പറഞ്ഞിട്ട് വർഷം വീണ്ടും ഉമ്മ കൊടുക്കുന്നത് ചന്ദ്രമതിയും രവി അച്ഛനും കാണും. എന്നിട്ട് വർഷം അങ്ങോട്ടേക്ക് പോകും. അപ്പോൾ ശ്രീകാന്തിന് ഭയങ്കര സന്തോഷം. എന്നിട്ട് ശ്രീകാന്ത് പറയും, ഞാനും പോട്ടെ അച്ഛാ എന്നാൽ പിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ശ്രീകാന്ത് പോകും. അത് കഴിഞ്ഞിട്ട് ചന്ദ്രമതിയും രവി അച്ഛനും കൂടി ഇങ്ങനെ പറയും, ഈ പിള്ളേർക്കൊക്കെ ഒരു നാണവും ഇല്ല, ഇതെന്താ ഇത്, ഇന്നലെ അടി കഴിയുന്നത് കാണുന്നു, ഈ വീട്ടിലേക്ക് എന്തൊക്കെയാണ് നടക്കുന്നത്, ഇന്നലെ അടി കഴിയുന്നത് കാണുന്നു, ഇന്നിതാ വീണ്ടും ഇങ്ങനെ കാണുന്നു എന്നൊക്കെ പറയാണ്. എന്നിട്ട് രവി അച്ഛൻ പറയും, നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ എന്തിനാ തലയിടാൻ വന്നത്, ഇപ്പോൾ കണ്ടില്ലേ, ഇതാണ് പറഞ്ഞത്, അവരുടെ കാര്യം അവർ തീർത്തോളൂ, നീ ഇതിൽ ഇടപെടാൻ നിൽക്കണ്ട, വെറുതെ നിൻ്റെ തടി കേടാവുന്നേ ഉള്ളൂ, നീ ഇടപെടാൻ നിൽക്കണ്ട എന്നിങ്ങനെ രവി അച്ഛൻ പറയും. എന്നിട്ട് ചന്ദ്രമതി പറയും, ഈ പെണ്ണിനൊരു നാണോ മാനോ ഒന്നും ഇല്ലേ, എവിടെ എന്തൊക്കെ ചെയ്യണം എന്നൊന്നും ഇവർക്ക് അറിയില്ല, എന്തൊക്കെ പറയണം എന്തെങ്കിലും ചെയ്യണമെന്നൊന്നും ഇവർക്ക് അറിയില്ലേ, വലിയ വീട്ടിലെ കുട്ടികളൊക്കെ ഇങ്ങനെയാണെന്നൊക്കെ പറയും വർഷയെക്കുറിച്ചിട്ട്. പിന്നെ ആ സീൻ അവിടെ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നത് ഇവർ സച്ചിയും രേവതിയും കൂടെ ഓട്ടോയിൽ ഒക്കെ എടുത്തിട്ട് വരികയാണ്. അപ്പോൾ രേവതി പറയും, ഒന്ന് മെല്ലെ പോകുമെന്ന് പറയും. അപ്പോൾ സച്ചി ഇങ്ങനെ പറയും, നീ കുറച്ച് മുന്നേ അല്ലേ പറഞ്ഞത് സ്പീഡ് പോകാൻ വേണ്ടിയിട്ട്, ഇപ്പം മെല്ലനെ ആയോ എന്നൊക്കെ പറയും. അപ്പോൾ രേവതി പറയും, ഇപ്പം നേരത്തെ പൂവിൻ്റെ ബോക്സില്ലല്ലോ, ഇപ്പോൾ പൂവിൻ്റെ ബോക്സ് ഓട്ടോയിലില്ലേ, സ്പീഡ് പോയാൽ വീഴും എന്നൊക്കെ പറഞ്ഞിട്ട് അവരിങ്ങനെ ചെറിയൊരു വിഷമിച്ച. എന്നിട്ട് പൂവിത് മതിയാവില്ലല്ലോ 500 പൂവ് കെട്ടാൻ എന്നൊക്കെ ഇങ്ങനെ സച്ചി ചോദിക്കും. അപ്പോൾ രേവതി പറയും, ഇത് മതിയാവില്ല, നിങ്ങളൊരു 2-3 ട്രിപ്പും കൂടെ പോകേണ്ടി വരും, ഞാനവിടെ പൂവൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്, നേരത്തെ നമ്മളെ സഹായിച്ച ആ ചേട്ടന്മാരെ തന്നെ പൂവെടുക്കാൻ സഹായിക്കും, എനിക്ക് പൂവ് കെട്ടേണ്ടത് കൊണ്ട് ഞാൻ വരില്ല, നിങ്ങൾ തന്നെ വരണം, വന്നിട്ട് എടുക്കണം എന്ന് പറയും. എന്നിട്ട് നേരത്തെ നിർത്തിയാൽ തന്നെ വണ്ടി നിർത്തിയാൽ മതി എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, ഒരിക്കൽ കിട്ടിയത് പോരെ, ഒരിക്കൽ പിറ്റടിച്ചതൊക്കെ പോലെ എന്നൊക്കെ ഇങ്ങനെ പറയും, നിൻ്റെ വാക്കൊന്നും കേൾക്കുന്നില്ലെന്ന് പറയും. അപ്പം എന്നിട്ട് പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് നിർത്തണം, ദേവും കൂടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ടെന്ന് പറയും, ദേവുവിനെ കൂടെ കൂട്ടണം എന്ന് പറയും രേവതി. അപ്പോഴൊക്കെ ഒക്കെ പറയും. എന്നിട്ട് അപ്പോഴത്തേക്ക് ദേവുവിൻ്റെ അടുത്തേക്ക് എത്തും. എന്നിട്ട് ദേവു പറയും, എൻ്റെ മടിയിലിരിക്കുകയെന്ന് ഇങ്ങനെ പറയും, നമ്മുടെ രേവതി മടിയിൽ നിന്നിട്ട് പോകാമെന്ന് പറയും. അപ്പോൾ ദേവു പറയും, മടിയിൽ നിന്നിട്ട് ഇത്രയും ദൂരം എങ്ങൊന്നും പോകാൻ കഴിയില്ല, വെറുതെ കഷ്ടപ്പെടണ്ടെന്ന് പറഞ്ഞിട്ട് ചേച്ചി ഇങ്ങ് ഇറങ്ങി മുന്നിലിരുന്നു എന്ന് പറയും. അപ്പോൾ ചേച്ചി ഇങ്ങ് ഇറങ്ങുമെന്ന് പറയും, ഞാനവിടെ ഇരിക്കാമെന്ന് പറയും. അപ്പോൾ രേവതി പറയും, അപ്പോൾ ഞാനെങ്ങനെയാണ് വരിക എന്നിങ്ങനെ പറയും. അപ്പോൾ സച്ചി പറയും, നീ ഇറങ്ങിയിട്ട് നടന്നു വന്നോന്ന് അവൾ പറയുന്നതെന്ന്. അപ്പോൾ വേണ്ട മടിയിലിരിക്കുമെന്ന് ഇങ്ങനെ പറയും. അപ്പോൾ ദേവ് പറയും, നടന്ന് വരാമെന്നല്ല, ചേച്ചി മുന്നിലിരിക്കും എന്ന് പറയും. അപ്പോൾ സച്ചി പറയും, മുന്നിലിരിക്കാനൊന്നും പറ്റില്ല, മുന്നിൽ എനിക്കിരിക്കാനുള്ള സ്ഥലമേ ഉള്ളൂ, ഡ്രൈവർക്ക് ഇരിക്കേണ്ട സീറ്റാണ്, അല്ലെങ്കിൽ തന്നെ ഒരിക്കൽ പെറ്റി അടിച്ചതേ ഉള്ളൂ എന്നൊക്കെ പറയും. അപ്പോൾ ദേവ് പറയും, പോലീസൊന്നും ഉണ്ടാവുമൊന്നുമില്ല, മുന്നിൽ രണ്ടാക്കി ഇരിക്കാനുള്ള സ്ഥലമുണ്ട് എന്നിങ്ങനെ പറയും. എന്നിട്ട് വേഗം ഇല്ലെന്നൊക്കെ പറയും രേവതി. പക്ഷേങ്കിൽ ദേവ് വേഗം പിടിച്ചെണീപ്പിച്ച് രേവതിനെ മുന്നിൽ ഇരുത്തും. രേവതി അങ്ങനെ ഇരുന്നിരുന്ന് അങ്ങോട്ടേക്ക് നീ സച്ചിനെ പുറത്താക്കും. സച്ചി എന്നിട്ട് പറയും, നീ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ എങ്ങനെ ഓടിക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അവർ തമ്മിൽ ചെറിയൊരു കശവശ, എങ്ങനെ ഓടിക്കുക എന്നൊക്കെ പറയും. അങ്ങോട്ടിരിക്കുക, അങ്ങോട്ട് നീങ്ങി, ഇതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറയും. എന്നിട്ട് പിന്നെ രേവതി അനങ്ങാണ്ട് നിൽക്കും അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. എന്നിട്ട് സച്ചി പറയും, കയറുന്നിങ്ങനെ പറയും. എന്നിട്ട് രേവതി അവിടെ ഇരിക്കും. അപ്പോൾ സച്ചി പറയും, കുറച്ചുകൂടെ അങ്ങോട്ടിരിക്കുമെന്ന് പറയും. കുറച്ച് അങ്ങോട്ടിരിക്കും, പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ടിരിക്കുമെന്ന് പറയും. അപ്പോൾ രേവതി പറയും, ഇനി ഞാനിരുന്ന് കഴിഞ്ഞാൽ റോഡിലിരിക്കേണ്ടി വരും എന്ന് പറയും. എന്നിട്ടങ്ങനെ അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ പുറത്തിറങ്ങുന്നത്. എന്നിട്ട് വീണ്ടും ഉള്ളിൽ കയറി അവർ രണ്ടാളും കൂടി ഇരുന്നിട്ട് ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ പോവും. എന്നിട്ട് ഇടയ്ക്ക് കുഴിയിലൊക്കെ ചാടിക്കുമ്പോൾ ഇങ്ങനെ രേവതി വീഴാൻ പോകുന്ന പോലെ സച്ചിക്ക് പിടിക്കുകയൊക്കെ ചെയ്യും. പിന്നെ അവരുടെ ഒരു ചെറിയൊരു എന്താ പറയുക, അപ്പോൾ നമ്മുടെ ദേവ് പറയും, ബാക്കിൽ പാസഞ്ചർ ഉണ്ടെന്നുള്ള കാര്യം ആലോചിക്കണം കേട്ടോ എന്നൊക്കെ പറയും. സച്ചി പറയും, എൻ്റെ ബാലൻസ് തോന്നി പിടിച്ചിരിക്കും എന്നൊക്കെ പറയും, അല്ലെ വീഴുന്നൊക്കെ പറയും. അങ്ങനെ അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത്
ചന്ദ്രമതിയുടെ വീട്ടുമുറ്റത്ത് രേവതി വിളിച്ച് അവർ പൂക്കട്ടം വന്നവരൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ചേച്ചിമാരൊക്കെ നിൽക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ചന്ദ്രമതി ഇത് കണ്ടിട്ട് ഇതാരാ വീട്ടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് ചോദിച്ചിട്ട് ഇവരോട് ചോദിക്കും, നിങ്ങളാരാ, നിങ്ങൾ എന്തിനാ എൻ്റെ വീട്ടിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുന്നതെന്ന് ചോദിക്കും. അപ്പോൾ ചേച്ചി നിങ്ങളെ മറന്നുപോയോ, സച്ചിയുടെ അമ്മയല്ലേ, നിങ്ങൾ ഞങ്ങളെ മറന്നുപോയോ, ഞങ്ങൾ രേവതിയുടെ കുടുംബക്കാരും സുഹൃത്തുക്കളും ആണ്, അവൾ വിളിച്ചിട്ട് വന്നതാണെന്ന് ഇങ്ങനെ പറയും. അവളുടെ അവളുടെ ഷോപ്പ് തുറക്കുന്ന ഉദ്ഘാടനത്തിന് അന്ന് നമ്മൾ വന്നിരുന്നു എന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി പറയും, അവളുടെ ഷോപ്പിംഗ് മാൾ തുറക്കുന്നൊന്നും നിങ്ങൾ വന്നിരുന്നു അല്ലേ, ഇങ്ങനെ കളിയാക്കി പറയും. എന്നിട്ട് അവൾ വിളിച്ചിട്ട് വന്നതാണ് ജോലി ചെയ്യാൻ വേണ്ടിയിട്ടെന്ന് പറയും. അപ്പോൾ ചന്ദ്രമതി പറയും, അവളേ ഒരു വേലക്കാരി, എന്നിട്ട് അവൾക്കൊരു ജോലിക്കാരോ എന്നൊക്കെ ഇങ്ങനെ കളിയാക്കി പറയും. അപ്പോൾ ഇതൊന്നും അവർക്ക് ചേച്ചിമാർക്ക് പിടിച്ചില്ല. എന്നിട്ട് പറയും, പ്രൊമോയിൽ കാണുന്ന പോലെ തന്നെ പറയും, നിങ്ങളൊരു സ്ത്രീയാണോ, നിങ്ങളിപ്പോഴും ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രായത്തിൻ്റെ ഒരു ബുദ്ധിയെങ്കിലും നിങ്ങൾ കാണിക്കണ്ടേ, സച്ചിയുടെ അമ്മയതുകൊണ്ട്, രേവതിയുടെ അമ്മയതുകൊണ്ടാണ്, വേറെ ആരെങ്കിലും ഇത് പറഞ്ഞെങ്കിലല്ലേ നിങ്ങളെ വെച്ചേക്കില്ലായിരുന്നു, ഇവിടുന്ന് പറഞ്ഞതുകൊണ്ടാണ്, നിങ്ങൾ രേവതിയുടെ വീട്ടിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ നിന്നാണോ കിട്ടിയേനെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറയും. എന്നിട്ട് ചന്ദ്രമതി പിന്നെ ഒന്നും പറയാതെ അങ്ങോട്ടേക്ക് പോകും. എന്നിട്ട് അതിലൊരു ചേച്ചി ഇങ്ങനെ പറയും, രേവതിയുടെ അമ്മായിയമ്മ ഭയങ്കരമാണ്, എനിക്കാണ് ഇങ്ങനെ അങ്ങനെ അമ്മായിയമ്മ കിട്ടിയെങ്കിൽ വായിലൊരു പല്ലും ഉണ്ടാവില്ലായിരുന്നു എന്നൊക്കെ പറയും. അതും ചന്ദ്രമതി കേൾക്കും. എന്നിട്ട് ഇവർ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ, ഭയങ്കരമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ അവൾ മനസ്സിൽ വിചാരിക്കും. എന്നിട്ട് രേവതി എന്നെക്കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തെന്നാണ് തോന്നുന്നു, അവൾ ഇങ്ങോട്ട് വരട്ടെ, അവൾക്ക് വെച്ചിട്ടുണ്ടെന്നും പറയും, മനസ്സിലിങ്ങനെ വിചാരിക്കും. എന്നിട്ട് അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് സുധി ഇങ്ങനെ നടന്നു വരുമ്പം നമ്മുടെ ആനന്ദബ്രോനെ പാർക്കിൽ ഒരുമിച്ചുണ്ടായില്ലേ, അവരെ കാണും. കണ്ടപ്പോൾ തന്നെ സുധി ഓടും. എന്നിട്ട് സുധി ഒരു കാറിൻ്റെ ബാക്കിൽ ഒളിച്ചു നിൽക്കും. അതൊക്കെ ഇങ്ങനെ സുധി ഇങ്ങനെ അയ്യോ ഞാൻ സുധിയല്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഓടുന്നത് കേട്ടോ. എന്നിട്ട് ഒളിച്ചു നിൽക്കും. എന്നിട്ട് കണ്ണ് പൂട്ടിയിട്ടാണ് നിൽക്കുക. അപ്പോൾ കണ്ണ് തുറന്ന് നോക്കുമ്പോൾ അവൻ പോയി എന്ന് വിചാരിക്കും, ആനന്ദ് ബ്രോ പോയി എന്ന് വിചാരിക്കും. എന്നിട്ടിങ്ങനെ പറയും, ഇവനെന്താ ഹനുമാനാണോ, മണ്ടൻ, ഇത്ര പെട്ടെന്ന് ഓടുന്ന വല്ല വണ്ടി ഒന്ന് തട്ടാതിരുന്നാൽ മതി എന്നാ അങ്ങനെ പറയും. അപ്പോൾ നോക്കുമ്പോൾ ഇങ്ങോട്ട് തിരിയുമ്പോഴത്തേക്ക് ആനന്ദ് ബ്രോ അവിടെ തന്നെ ഉണ്ടാവും. എന്നിട്ട് അപ്പോൾ കണ്ടപ്പോൾ സുധി ഇങ്ങനെ പറയും, അത് പിന്നെ ഇത് റോഡല്ലേ, റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ വണ്ടിയൊക്കെ അങ്ങനെ തട്ടുമല്ലോ ചെയ്യുമല്ലോ എന്നൊക്കെ പറയും. എന്നിട്ട് ആനന്ദ് ബ്രോ പറയും, ഒരുപാടങ്ങ് ഉണ്ടാക്കല്ലേ എന്നുള്ള രീതിയിൽ സംസാരിക്കും. എന്നിട്ട് എന്തിനാ എന്നെ കണ്ടപ്പോൾ ഓടിയെന്ന് ചോദിക്കും ആനന്ദ് ബ്രോ. അപ്പോൾ സുധി പറയും, എന്തിനാ ബ്രോ എന്നെ ഇതിലിട്ട് ഓടിച്ചതെന്ന് പറയും. എന്നിട്ട് പറയും, നീ ഓടിയതുകൊണ്ട് ഞാൻ നിൻ്റെ പുറകെ ഓടിയെന്ന് ഇങ്ങനെ ആനന്ദ് ബ്രോ പറയും. എന്നിട്ട് എനിക്ക് സുധി ഇങ്ങനെ ഒന്നും പറയാൻ വിടാതെ പറയും, എനിക്ക് കുറച്ച് സമയം വേണം, തരാനുള്ള കാശൊക്കെ ഞാൻ തരാം, പക്ഷേ ഇപ്പം എൻ്റെ കയ്യിലൊന്നുമില്ല, അടിച്ചിട്ടും ഒന്നും കാര്യമൊന്നുമില്ല, എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒന്നും എടുക്കാനൊന്നുമില്ല, ഞാൻ എന്ത് തരും, എനിക്ക് കാനഡയിലൊരു ജോലി സെറ്റായിട്ടുണ്ട്, അങ്ങോട്ടേക്ക് പോയി ആദ്യ ശമ്പളത്തിൽ തന്നെ ഞാൻ എന്തായാലും തരും എന്നൊക്കെ പറയും. അപ്പോൾ എനിക്കിങ്ങനെ ഈ ആനന്ദ് ബ്രോ പറയും, നിങ്ങൾക്ക് തരാനുള്ള കാശ് എനിക്ക് വേണ്ടാന്ന് പറയും. അപ്പോൾ സുധീർ വേണ്ടേ, എന്തേ വേണ്ടാന്ന് വെച്ചോ, എൻ്റെ ഈ സിറ്റുവേഷൻ മനസ്സിലാക്കി വേണ്ടാന്ന് വെച്ചോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ബ്രോ പറയും, എൻ്റെ ഏട്ടനും അനിയനും കൊടുത്ത കാശ് തന്നെ ഞാൻ വേണ്ടാന്ന് ഇതുവരെ വെച്ചിട്ടില്ല, പിന്നെയല്ലേ വേണ്ടാന്ന് വെച്ചതൊന്നുമല്ല, ബ്രോ തരാനുള്ള കാശ് എനിക്ക് തന്നു എന്ന് പറയും. അപ്പോൾ സുധി ചോദിക്കും, തന്നു എപ്പോൾ തന്നു, എനിക്ക് ഓർമ്മയില്ലെന്നൊക്കെ പറയും. അപ്പോൾ വൈഫ് തന്നതാണ്, ബ്രോയുടെ വൈഫ് തന്നതാണെന്ന് ഇങ്ങനെ പറയും. എന്നെ അന്വേഷിച്ച് വന്ന് എൻ്റെ നിങ്ങൾ വാങ്ങിച്ച കാശിൻ്റെ പലിശ അടക്കം എല്ലാം തന്നു എന്ന് പറയും. അപ്പോൾ സുധി ഇങ്ങനെ എൻ്റെ ഭാര്യയല്ലേ, അവൾ നല്ലവളെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ഭയങ്കര ഇതാകും. എന്നിട്ട് ഇനി എനിക്കത് വേണ്ട, ഇനി എന്നെ കണ്ട പേടിച്ച് ഓടുമെന്ന് വേണ്ടെന്നൊക്കെ പറയും. അപ്പോൾ സുധി പറയും, എന്നാലും നിങ്ങൾ എൻ്റെ വീട്ടിൽ വന്നന്ന് വിരട്ടിയില്ലേ, എൻ്റെ ഭാര്യ പറഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നീ വിരട്ടിയതാണെന്ന് എന്നൊക്കെ പറയും. എന്നിട്ട് അപ്പോൾ ഇനി പാർക്കിലൊക്കെ ധൈര്യമായിട്ട് വരണം, ചില എന്താ പറയുക ഇടവേള സമയങ്ങളിൽ പാർക്കിലൊക്കെ വരണം എന്നൊക്കെ പറയും. അപ്പോൾ സുധി പറയും, ഇനി ഇവിടുത്തെ പാർക്കൊന്നുമില്ല, ഇനി കനേഡിയൻ പാർക്കിലാണ് ഞാൻ എന്നൊക്കെ പറയും. എന്നിട്ട് ഒരു 14 ലക്ഷം രൂപ കടം തരുമോ എന്നുള്ളത് ചോദിക്കും കേട്ടോ. പക്ഷേ അയാൾ കൊടുക്കില്ല, ഇതന്നെ എങ്ങനെയാണ് വാങ്ങിച്ചെടുക്കാൻ പറ്റിയെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കില്ല. പിന്നെ കാണിക്കുന്നത് വീട്ടിൽ ശ്രുതിയോട് സുധി താങ്ക്സ് പറയാണ്. ശ്രുതിയോട് അങ്ങനെ ശ്രുതി താങ്ക്സ് പറയും. ശ്രുതിയെ കാത്തിട്ട് ശ്രുതി ഇരിക്കുന്നുണ്ടാവും, ഒരു കുറച്ച് വിഷമത്തോടെ ഇരിക്കുന്നുണ്ടാവും റൂമിൽ. അപ്പോഴേക്കാണ് ശ്രുതി വരും. എന്നിട്ട് താങ്ക്സ് പറയും, എനിക്ക് ഞാൻ കൊടുക്കാനുള്ള കാശ് കൊടുത്തില്ലേ എന്നൊക്കെ പറയും. അപ്പോൾ ശ്രുതി പറയും, അവൻ ഇച്ചിരി കുഴപ്പക്കാരനാണ്, അതുകൊണ്ട് അവന് കൊടുത്തത്, ഇനി അവനെ പേടിക്കാതെ ശ്രുതിക്ക് നടക്കാമെന്നൊക്കെ പറയും. വീണ്ടും ശ്രുതി താങ്ക്സ് പറയും. എനിക്ക് എന്നാലും ഇവിടുന്ന് ഇത്രയും കാശ് എവിടെ നിന്നൊക്കെ ചോദിക്കും. അപ്പോൾ ശ്രുതി പറയും, ഞാൻ ജോലി ചെയ്യുന്നില്ലേ ശ്രുതി എന്നിങ്ങനെ പറയും. പിന്നെ അതവിടെ കഴിയും. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഓട്ടോയിൽ പൂവായിട്ട് ദേവും രേവതിയും സച്ചിയെത്തും. എന്നിട്ട് അവർ പൂവൊക്കെ ഇങ്ങനെ ഇറക്കി വെക്കും. ആ ചേച്ചിമാരുടെയൊക്കെ ഇങ്ങനെ വർത്തമാനം പറയും, നിങ്ങളൊക്കെ എത്തിയെന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ പൂ ഇറക്കി വെക്കുമ്പോഴാണ് നമ്മുടെ ചന്ദ്രമതി വരുന്നുണ്ടാവും. അപ്പോൾ ദേവുവിനെ കണ്ടിട്ട് നീ എന്താ ഇവിടെയും ചോദിക്കും. അവിടെയാണ് എപ്പിസോഡ് കഴിയുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്.